പ്രിയൻ യേശുരാജൻ വാനമേഘേ വന്നിടും. അന്നു തീരും എന്റെ കണ്ണീർ, ഞാനും അന്നു പാടിടും. എന്റെ പ്രിയൻ യേശുരാജൻ വാനമേഘേ വന്നിടും. അന്നു തീരും എന്റെ കണ്ണീർ, ഞാനും അന്നു പാടിടും. കോഴാക്കോഴി ദൂതൻ മധ്യ പുത്തൻ പാട്ട് പാടിടും. പ്രിയൻ മുഖം കണ്ടിടുവാൻ പൊന്നുമാവിൻ ചാരിടും. സറാഫിൻ സങ്കീർത്തനങ്ങൾ ഞാനുമേറ്റ് പാടിടും. സറാഫിൻ സങ്കീർത്തനങ്ങൾ ഞാനുമേറ്റ് പാടിടും. എന്റെ പ്രിയൻ യേശുരാജൻ വാനമേഘേ വന്നിടും. അന്ന് തീരും എന്റെ കണ്ണീർ, ഞാനും അന്ന് പാടിടും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യനുള്ള ചില ഗുണങ്ങളാണ്. യഥാർത്ഥ ശിഷ്യത്വം എന്താണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ കർത്താവ് നൽകുന്ന അന്ത്യകൽപ്പനയുണ്ട്. നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഞാൻ നിങ്ങളെ ഉപദേശിച്ചത് അവരെ പഠിപ്പിക്കുവാൻ തക്കവിധം അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുവിൻ. ഇതാ യുഗാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ക്രിസ്തു പഠിപ്പിച്ചതെല്ലാം മറ്റുള്ളവരെ പഠിപ്പിക്കുക, എന്നിട്ട് അവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കുക. മർക്കോസ് 16:16 നമുക്കറിയാം. അറിയാവുന്നവരൊന്ന് കാണാപ്പാഠം പറഞ്ഞ്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാക്കപ്പെടും. അതൊരു ഭാഗമാണ് വിശ്വസിക്കുക. എന്നാൽ അത് പൂർണ്ണമാകുന്നത് ശിഷ്യരാക്കുക എന്നുള്ള മത്തായിയിൽ കിടക്കുന്ന അവസാന ഭാഗം. രണ്ടും, വിശ്വസിക്കുക, ശിഷ്യരായിത്തീരുക. ഇന്ന് പലപ്പോഴും ഒരു കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം. വിശ്വസിക്കുക, വിശ്വാസികളാകുക എന്നുള്ളതാണ്. ശിഷ്യരാകുക എന്നുള്ളത് ആ കാര്യം പലപ്പോഴും അവഗണിക്കുകയാണ്. സാധാരണ കൺവെൻഷന് പ്രസംഗിക്കുന്നു, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു. കാരണം വിശ്വസിക്കാതെ രക്ഷയില്ല. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസം ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു ശോചനീയമായ കാര്യം, മാനസാന്തരപ്പെടാത്ത പലരുമാണ് വിശ്വസിക്കുന്നത്. ജീവിതത്തിൽ വന്ന തെറ്റുകളെക്കുറിച്ചുള്ള ഒരു അനുതാപമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവരോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിച്ചു. അങ്ങനെ മാനസാന്തരം കൂടാതെ ഇവർ സഭകളിലേക്ക് പോകുന്നു. ഇവർ വാസ്തവത്തിൽ വീണ്ടും ജനിക്കുകയോ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. കാരണം മാനസാന്തരപ്പെടാതെ കേവലം ഒന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചവർ സഭകളിലെത്തി. ഇവർ സ്നാനപ്പെടൽ അതിനിടയിൽ കഴിഞ്ഞു. ഇങ്ങനെ മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് ശിഷ്യരല്ലാത്ത പലരും സഭകളിലുള്ളത് കൊണ്ട് ഇവർ അതിൻ്റെ അകത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരിക്കലും പിന്മാറ്റക്കാരല്ല. പിന്മാറ്റക്കാരാകണമെങ്കിൽ എന്തെങ്കിലും മുന്നേറ്റത്തിലേക്ക് വന്നിരിക്കണം. ഒരിക്കലും ഇവർ മുന്നേറിയിട്ടില്ല, നേരത്തെ പിന്മാറ്റത്തിലാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവരെ പിന്മാറ്റക്കാരെന്ന് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവരൊരിക്കലും മുന്നേറിയിട്ടില്ല. അവർ വേറെ ചിലർ പറഞ്ഞത് വിശ്വസിച്ചു, നീ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ആരുടെയോ പ്രസ്താവന ഇവർ അംഗീകരിച്ചു, അത്രമാത്രം. സക്കായി യേശുവിനെ വിശ്വസിക്കാതെ ആർക്കും രക്ഷയില്ല. എന്നാൽ അവന് മാനസാന്തരം ഉണ്ടായി. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ആരിൽ നിന്ന് എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് കൊടുക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നമുക്കറിയാം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. കാരണം അവൻ്റെ മാനസാന്തരം ഒറിജിനലായിരുന്നു, യഥാർത്ഥ മാനസാന്തരം. ഇന്ന് പലരും അവരുടെ വസ്തുവകകളുടെ കാര്യങ്ങൾ, ചിലപ്പോൾ ഇപ്പോഴും അവർ ജീവിക്കുന്ന വീട്, അതിലെ പല വസ്തുക്കളും വേറെ പലരുടെയൊക്കെ ആയിരിക്കും. അതൊന്നും തിരിച്ചു കൊടുക്കാൻ പലർക്കും മനസ്സില്ല. പക്ഷേ എന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ വലിയ വിശ്വാസികളാണ്, ഭയങ്കര വിശ്വാസമാണ്, കർത്താവ് എനിക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ചത് കൊണ്ട് ഇതൊക്കെ കർത്താവ് എനിക്ക് തന്നതാ. പലപ്പോഴും മറ്റുള്ളവൻ്റെയാണ് അതല്ല, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. എന്നാൽ സക്കായിയോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണ്, അപ്പച്ചാ അമ്മച്ചി എനിക്ക് സ്നാനപ്പെടണം, മറ്റുള്ളവരൊക്കെ സ്നാനപ്പെടില്ല, കൊതിയായിട്ട് വയ്യ, എന്നെ ഒന്ന് സ്നാനപ്പെടുത്ത്. അപ്പോൾ പാസ്റ്ററോട് പറയാണ്, കണ്ടോ എൻ്റെ മോളുടെ ഒരു ആഗ്രഹം, 7ാം ക്ലാസ്സിലെ പഠിക്കുന്ന ഒന്ന് സ്നാനപ്പെടണം. ആ കുട്ടിക്ക്, പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് പാപം? ഒരു മാനസാന്തരമൊന്നും വന്നിട്ടില്ല. പക്ഷെ കുട്ടിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് സ്നാനപ്പെടണം. പക്ഷെ ഇവിടെ വചനം പറയുന്നത്,
7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സ്നാനപ്പെടുത്താനല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. അങ്ങനെ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്നാനപ്പെട്ടിട്ട് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മാനസാന്തരപ്പെടാതെ അങ്ങ് പോകും. കാരണം അവരുടെ ജീവിതത്തിൽ എന്താണ് തെറ്റ് ശരിയെന്നുള്ള ഒരു ബോധ്യം കിട്ടിയിട്ടില്ല. പിന്നെ അവർ കൂട്ടത്തിൽ അങ്ങ് പോകുന്നു, പാടുന്നു. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഞാൻ മറ്റുള്ളവരെ വിധിക്കാനല്ല പറയുന്നത്. മാനസാന്തരപ്പെട്ടവരെ സ്നാനപ്പെടുത്തണം. കാരണം ഇനി മാനസാന്തരപ്പെട്ടാൽ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. മാനസാന്തരപ്പെട്ടവരാണ് ശിഷ്യത്വത്തിൻ്റെ പാതയിലൂടെ പോകേണ്ടത്. മാനസാന്തരപ്പെടാതെ ഒരുവൻ വിശ്വാസിയായാൽ അവനൊരിക്കലും ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. മാനസാന്തരപ്പെടാത്തവനോട് ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ ഉപദേശിച്ചാൽ അവന് വല്ലാതെ അസഹ്യത ഉണ്ടാകും. അവൻ ഉപദേശിക്കുന്നവനെ പോലും ചിലപ്പോൾ ഉപദ്രവിക്കാൻ തുടങ്ങും. കാരണം അവന് മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇനി യഥാർത്ഥ ശിഷ്യന് വേണ്ട 3 യോഗ്യതകൾ, ഒത്തിരി യോഗ്യതകളുണ്ട്. അതിൽ 3 യോഗ്യതകൾ ലൂക്കോസിൻ്റെ സുവിശേഷം 14ാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എങ്ങനെ നമുക്ക് പെന്തക്കോസ്തുകാരാകാം, അതേക്കുറിച്ചുള്ളൊരു പ്രസംഗമല്ല നമ്മൾ കേൾക്കുന്നത്. എങ്ങനെ ഇപ്പോൾ ആയിരിക്കുന്ന പെന്തക്കോസ്ത് സഭയിൽ മരണം വരെ നമുക്ക് നിലനിൽക്കാം, അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൊന്നല്ല ഇവിടെ കേൾക്കുന്നത്. എങ്ങനെ നമുക്ക് യഥാർത്ഥ ശിഷ്യരായിട്ട് തീരാം, അതാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർക്കുവാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർക്കുവാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി തീർക്കുവാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽക്കുവാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർക്കുവാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഇതിൽ ആദ്യത്തെ യോഗ്യത ഇതാണ്: സ്വന്തം ജനങ്ങളോടും പ്രിയപ്പെട്ടവരോടുമുള്ള മമത ഉപേക്ഷിക്കണം. കാരണം ക്രിസ്തുവിന് ശിഷ്യനാകുവാൻ പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, മക്കൾ ഇവരാണ്. കാരണം ദൈവത്തിൻ്റെ താല്പര്യവും മനുഷ്യരുടെ താല്പര്യവും വ്യത്യസ്തമാണ്. ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിച്ചാൽ ആദ്യമായിട്ടുള്ള പ്രശ്നം അവൻ്റെ ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നാണ്. അവനെ തടയുവാൻ, ക്രിസ്തുവിന് വേണ്ടി ഇങ്ങനെ ശക്തമായൊരു തീരുമാനം എടുക്കരുത് എന്ന് പറയുവാൻ ആവശ്യപ്പെടുന്നത് അവൻ്റെ ബന്ധുമിത്രാദികൾ തന്നെയായിരിക്കും. ഇതിൽ ജയം കിട്ടാതെ ആർക്കും യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല. ഒരാൾ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചാൽ, വേർപെട്ട വിശുദ്ധിയിൽ വചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, ബന്ധുക്കൾ, മിത്രങ്ങൾ പറയുകയായി, സ്നാനപ്പെടരുത്, ഇവിടെ നിന്നാൽ പോരെ, എന്തിന് സഭ മാറണം, എന്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ പല രീതിയിലും അവൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ വിലങ്ങുതടിയായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ ഭാര്യയുടെയോ താല്പര്യങ്ങളെക്കാൾ അധികമായി കർത്താവിൻ്റെ താല്പര്യങ്ങൾക്കാണ് വില കൊടുക്കുന്നത്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ, എന്നെ സ്നേഹിക്കുന്ന ഭാര്യയെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതി ദൈവത്തിൻ്റെ ഹിതത്തിന് പിന്തിരിഞ്ഞു നിൽക്കുന്നവൻ ആരും യേശുവിൻ്റെ ശിഷ്യനാകുവാൻ യോഗ്യനല്ല. സ്തോത്രം. ഇത് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. എന്നേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ, ഭാര്യയെ, സഹോദരിയെ പ്രിയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ യോഗ്യനല്ല. ക്രിസ്തു തന്നെ അത് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു, തെരഞ്ഞെടുത്തു, അന്ത്യത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവ് പത്രോസിനെ സ്നേഹിച്ചു, എല്ലാ ശിഷ്യന്മാരെയും സ്നേഹിച്ചു, യോഹന്നാനെ സ്നേഹിച്ചു. എന്നാൽ കർത്താവിന് വളരെ പ്രിയപ്പെട്ട പത്രോസ് തൻ്റെ ശിഷ്യൻ പറയുകയാണ്, തൻ്റെ ഗുരു ക്രൂശ് മരണത്തിന് വിധേയനാകാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ പത്രോസ് പറയുകയാണ്, നിനക്കിത് സംഭവിക്കരുത്.
യേശു ക്രിസ്തു പിതാവിൻ്റെ ഹിതം ചെയ്യാനാണ് വന്നത്. ക്രൂശിൽ മരിക്കുക എന്നുള്ളത് പിതാവ് നൽകുന്ന പാനപാത്രമാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ ഹിതം ഇപ്പോൾ ചെയ്യരുത്, അതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെയാണ്. ഉടനെ തന്നെ കർത്താവിന് ആ കാര്യം മനസ്സിലായി. കർത്താവ് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചക്കല്ലാണ്. മത്തായി 16:23. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു തീരുമാനം, ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും കർത്താവിന് വേണ്ടി ശക്തമായി നമ്മുടെ നിലപാട് അറിയിക്കുവാൻ നമ്മൾ തയ്യാറാകണം. എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, തൻ്റെ വചനത്തിലൂടെ ഇങ്ങനെ കർത്താവ് എന്നോട് അനുസരിക്കുവാൻ നിർദ്ദേശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എത്രയും പ്രിയപ്പെട്ട ഭാര്യയായാലും അമ്മയായാലും അപ്പനായാലും എനിക്ക് നിങ്ങളുടെ താല്പര്യങ്ങളല്ല, എൻ്റെ കർത്താവിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നവന് മാത്രമേ കർത്താവിന് ശിഷ്യനായിരിക്കുവാനായിട്ട് സാധിക്കൂ. അബ്രാഹാമിനോട് കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും ഉപേക്ഷിക്കണം, ഞാൻ കാണിക്കാനിരിക്കുന്ന സ്ഥലത്ത് നീ പോകണം. അപ്പോൾ എൻ്റെ അപ്പനല്ലേ, എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അവരൊക്കെ എന്തു വിചാരിക്കും? ഇങ്ങനെയൊന്നുമുള്ള ചിന്ത അബ്രാഹാമിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാതെ തന്നെ വിളിച്ച ദൈവത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്തതുകൊണ്ട് അബ്രഹാം ഇന്ന് വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തിലൂടെയുള്ള അനുഗ്രഹത്തിൻ്റെ അവകാശികൾ ഇന്ന് നമ്മളായിരിക്കുകയാണ്. ആര് സ്വന്തക്കാരുടെ അഭിപ്രായം പരിഗണിക്കാതെ ക്രിസ്തുവിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുത്ത് ചൂട് വയ്ക്കുന്നുവോ അവർ മുഖാന്തരം പലരും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജീവനെ വെറുക്കണം. എന്താ ജീവനെ വെറുക്കുക? നിങ്ങൾക്ക് സ്വന്തം പദ്ധതികളുണ്ടാകരുത്, നിങ്ങൾക്ക് സ്വന്തം ആഗ്രഹങ്ങളുണ്ടാകരുത്, നിങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി വഴക്കൂടാൻ പോകരുത്, നിങ്ങൾക്കായിട്ട് ഇനി ഒന്നുമില്ല. സ്തോത്രം. സ്വന്തം ജീവനെ വെറുക്കണം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന് 39-ാം വാക്യം, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. മത്തായി 16:25, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. മാർക്കോസ് 8:35, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ലൂക്കോസ് 9:24 വാക്യം, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ലൂക്കോസ് 14:26, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യോഹന്നാൻ 12:25, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇപ്പോൾ ഈ 6 വാക്യങ്ങളിലുമായിട്ട് ഒരേ കാര്യം ആവർത്തിക്കുകയാണ്. തൻ്റെ ജീവനെ നിഷേധിക്കണം. അതിനെ നിഷേധിക്കുന്നവനാണ് അതിനെ സ്വന്തമാക്കുന്നത്. ഈ ലോകത്തിൽ എല്ലാം ഇങ്ങോട്ട് കിട്ടുക, ലാഭത്തിനാണ് സ്ഥാനം. എന്നാൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നവനാണ് ലഭിക്കുന്നത്. ഇന്ന് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു എങ്കിൽ ഖേദിക്കേണ്ട കാര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടവനെല്ലാം നേടുന്നവനാണ്. സ്വന്തം ജീവനെ വെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അവരുടെ പദ്ധതികളുണ്ട്. കുടുംബജീവിതത്തെക്കുറിച്ച് അവർക്കൊരു പദ്ധതിയുണ്ട്, ജോലിയെക്കുറിച്ച് അവർക്ക് പദ്ധതിയുണ്ട്, അവരുടെ സാമ്പത്തികമായ വരുമാനത്തെക്കുറിച്ച് അവർക്കൊരു കണക്കുകൂട്ടലുകളുണ്ട്, അവരുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, അവരെക്കുറിച്ച് ഒരു കണക്കുകൂട്ടലുകളുണ്ട്. ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സ്വന്തം ജീവനെ വെറുക്കാതെ ആർക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ പ്രതി, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നിങ്ങൾക്ക് നഷ്ടം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഖേദിക്കരുത്. ഇന്ന് പലപ്പോഴും വിശ്വാസികൾക്ക് നേരെ മറിച്ചാണ്. കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാം ഉപേക്ഷിക്കണം. പക്ഷെ ഇവർക്ക് മനസ്സില്ല. ഇവിടെ നാം നേരത്തെ വായിച്ച ലൂക്കോസ് 14 അങ്ങനെ നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ വിശ്വാസി പറയുകയാണ്, യേശുവേ, എനിക്ക് അങ്ങേ ആരാധിക്കണം, എനിക്ക് അങ്ങയുടെ ശിഷ്യനാകണം, പക്ഷെ ഞാനൊന്നും വിട്ടുതരില്ല. എനിക്കുള്ളതൊക്കെ ഭദ്രമായിട്ട് കാത്തു പരിപാലിക്കപ്പെടണം, അതിനായുള്ള കൃപ എനിക്ക് തരണം. ഇതൊന്നും നഷ്ടമാകാൻ പാടില്ല. കാരണം വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു, ഇനി ഒന്നും നഷ്ടം വരാൻ പാടില്ല, എന്തെങ്കിലും കിട്ടണം.
അപ്പോൾ കർത്താവ് അവനിൽ നിന്ന് അവന് വിട്ടുകൊടുക്കാൻ മനസ്സില്ല എങ്കിൽ നിർബന്ധമായി ചിലപ്പോൾ അവനിൽ നിന്ന് ചിലതെല്ലാം എടുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം ഒരു വസ്തുവിനോടോ വ്യക്തിയോടോ പറ്റിച്ചേരരുത് എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തികളും വസ്തുക്കളും നാം വിട്ടുകൊടുത്തില്ല എങ്കിൽ നമ്മിൽ നിന്ന് നിർബന്ധമായി കർത്താവ് തട്ടിപ്പറിച്ചെടുക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെന്തൊരു കഷ്ടം, ഇതെന്തൊരു ബുദ്ധിമുട്ടാണ്. വിശ്വാസത്തിലേക്ക് വന്നു, സ്നാനപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, അപമാനം, പരിഹാസം, വല്ലതൊക്കെയും കിട്ടുമെന്ന് കരുതി ഇപ്പോൾ എല്ലാം ഇതാ നഷ്ടപ്പെട്ടു. ഇത് ക്രൂശിൻ്റെ വഴിയാണ്, ഇത് നഷ്ടമാക്കുന്നതിൻ്റെ വഴിയാണ്. നഷ്ടമാക്കുന്നതിലൂടെ നേടിയെടുക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. ഇങ്ങോട്ട് കിട്ടുന്നതല്ല, ഉള്ളത് നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്കൊരു വീട്ടിൽ താമസിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, എല്ലാം വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കാരണം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ഇതിനൊന്നിനും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമില്ല. നമ്മുടെ സ്വന്തം വീടാണെങ്കിലും ഇത് എൻ്റെ സ്വന്തമാണെന്നുള്ള ചിന്ത നമുക്കില്ല. ഇവിടെ ഞാൻ താമസിക്കുന്നു, വാടക കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അബ്രാഹത്തിന് സ്വന്തമായിട്ടൊരു ഇസ്ഹാക്ക് ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനെ യാഗമാക്കണം. അവൻ യാഗമാക്കി, ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ ബലിയാക്കുവാൻ ദൈവം സമ്മതിച്ചില്ല എങ്കിലും ദൈവത്തിനായിട്ട് കുഞ്ഞിനെ സമർപ്പിച്ചു. ദൈവം ഇസ്ഹാക്കിനെ അബ്രാഹത്തിന് മടക്കി കൊടുത്തു. ഇപ്പോൾ അബ്രാഹത്തിന് ആ കുഞ്ഞിനെ കിട്ടിയെങ്കിലും ആ കുഞ്ഞ് വാസ്തവത്തിൽ അബ്രാഹാമിൻ്റെയല്ല, അത് ദൈവത്തിൻ്റെയാണ്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഇന്ന് പലർക്കും ഖേദം എന്താണെന്നറിയോ? അവരുടെ വസ്തുവിൻ്റെ, പണത്തിൻ്റെ, അവർക്കുള്ളതിൻ്റെ സൂക്ഷിപ്പുകാരായിട്ടില്ല, ഉടമസ്ഥന്മാരാണ്. ലോകത്തിലെ മനുഷ്യരെ നോക്കുക, അവരുടെ പണം നഷ്ടപ്പെട്ടാൽ അവർക്ക് ഖേദമാണ്. അവർ പറയും, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതെല്ലാം നഷ്ടമായി. കാരണം ആ വസ്തുവിൻ്റെ, പണത്തിൻ്റെ ഉടമസ്ഥർ അവരായിരുന്നു. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവന് ഇനി യാതൊന്നിൻ്റെയും ഉടമസ്ഥാവകാശം എന്ന് പറയാനില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, എല്ലാം ദൈവം തന്നതാണ്. അങ്ങനെ ഹൃദയത്തിൽ വസ്തുവിനോ വ്യക്തികൾക്കോ സ്ഥാനമില്ലാത്ത ഒരവസ്ഥ നമുക്ക് വന്നാൽ നമ്മുടെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രയാസമില്ല. എന്നാൽ വസ്തുവിൻ്റെയും മറ്റു പലതിൻ്റെയും ഉടമസ്ഥാവകാശം നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്നുള്ളൊരു ധാരണ ഇരിക്കുന്നിടത്തോളം കാലം പിന്നെ അവ നഷ്ടപ്പെട്ടാൽ ശിഷ്ടകാലം ഖേദിക്കാനേ നമുക്ക് വകുപ്പുള്ളൂ. നമ്മൾ ഖേദിക്കുക, എത്ര കഷ്ടപ്പെട്ട് സ്വരൂപിച്ചതാ, ഒക്കെ പോയില്ലേ. ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ എന്താണ്? അങ്ങനെ തന്നെ തനിക്കുള്ളത് വിട്ടുപിരിയാതെ ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നഷ്ടമായല്ലോ എന്ന് വിചാരിച്ച് ഖേദിക്കേണ്ട കാര്യമില്ല. പിന്നെയോ നഷ്ടമായതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനം നമ്മോട് പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവീൻ, എപ്പോഴും സന്തോഷിക്കുവീൻ. ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. പ്രിയമുള്ളവരെ, വസ്തുനഷ്ടം വന്നതിൻ്റെ പേരിൽ സന്തോഷമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? പുറത്ത് കാണിച്ചില്ല എങ്കിലും തിരുവചനം പറയുന്നത് ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവിൻ, ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്നുള്ളതിൻ്റെ യഥാർത്ഥ തർജ്ജമ ഏത് സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവിൻ. എൻ്റെ എല്ലാം പോയി, കർത്താവെ സന്തോഷത്തോടെ അങ്ങേക്ക് സ്തോത്രം എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? പലർക്കും നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഖേദം പോകുന്നില്ല. കാരണം യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ പാത അറിയാത്തത് കൊണ്ടാണ്. ഇയ്യോബിൻ്റെ കാര്യം നമുക്കറിയാം. ഇയ്യോബിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, നീതിമാനും നിർദോഷനുമായ മനുഷ്യൻ. അവൻ്റെ എല്ലാം പോയപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടായതെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നല്ല പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. അവനറിയാം ഇതൊന്നും എൻ്റെയല്ല, ദൈവത്തിൻ്റെയാണ്. ദൈവത്തിൻ്റേത് ദൈവം തന്നു, ദൈവം എടുത്തു, പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ വസ്തു പോയാലെന്ന വണ്ണം ഖേദിക്കുന്നത്? എൻ്റെ ആണെങ്കിലല്ലേ എനിക്ക് ഖേദമുള്ളൂ. ഇത് ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റേത് ദൈവം എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ വിശ്വാസികൾക്ക് അവരുടെ വസ്തുക്കൾ സുവിശേഷ നിമിത്തം നഷ്ടം വന്നപ്പോൾ ഒട്ടും ഖേദം തോന്നിയില്ല. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് കരുതി വസ്തുക്കളുടെ അപഹാരം പോലും അവർ സന്തോഷത്തോടെ സഹിച്ചു. ഹല്ലേലൂയ. കാരണം ആദിമ വിശ്വാസികളൊക്കെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരുന്നു, ഒറിജിനൽ ശിഷ്യന്മാരായിരുന്നു.
ഇന്ന് പലർക്കും സന്തോഷം പോകുവാൻ ഈ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ മതി, പിന്നെ സ്വസ്ഥതയില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കുവാൻ തക്ക വിധം അവരെ ഉപദേശിച്ചുകൊണ്ടിരിപ്പീൻ. ഇത് പലപ്പോഴും സഭകളിൽ വരുന്ന ഒരു ശോചനീയമായ കാര്യം ഇതാണ്. യേശുക്രിസ്തു പഠിപ്പിച്ചത് കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല, പകരം പഴയ നിയമവും മറ്റു പല കാര്യങ്ങളാണ്. അതൊന്നും വേണ്ട എന്ന് പറയാൻ നമുക്കൊരു അധികാരവുമില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജനതകളെ ശിഷ്യരാക്കണം. പക്ഷെ ശിഷ്യരാക്കണമെങ്കിൽ എന്തു വേണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് പ്രമാണിക്കുവാനായിട്ട് അവരെ ഉപദേശിക്കണം. മത്തായി 5, 6, 7 അധ്യായങ്ങൾ ക്രിസ്തുവിൻ്റെ കൽപ്പനകളാണ്. ആർക്കും ഒരു വ്യാഖ്യാനം കൂടാതെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുവിന് നിർമ്മലമായ പ്രബോധനങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കാര്യമായിട്ടൊന്നും മുഴങ്ങാത്തത് കൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരെയും വാർത്തെടുക്കുവാൻ ഇന്നത്തെ ദൈവസഭകൾക്കാകുന്നില്ല. കാരണം വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. നാം ക്രിസ്തുവിനെക്കുറിച്ചും അവിടുത്തെ പ്രബോധനങ്ങളെക്കുറിച്ചും കേൾക്കണം, അടുപ്പിച്ച് കേൾക്കണം. അങ്ങനെയാണ് അത് നമ്മുടെ വിശ്വാസമായിട്ട് പരിണമിക്കുന്നത്. വല്ലപ്പോഴും കേട്ടാൽ പറ്റില്ല, അത് നിരന്തരമായിട്ട് കേൾക്കണം. കർത്താവ് തന്നെ ശിഷ്യന്മാരെ 3.5 വർഷത്തോളം കൊണ്ടു നടന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അതുകൊണ്ടും കഴിഞ്ഞില്ല, വീണ്ടും പരിശുദ്ധാത്മാവ് വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ പിന്നെയും അവരെ പഠിപ്പിച്ചു. അപ്പോൾ ശിഷ്യരാകുവാൻ അടിസ്ഥാനമായി 3 യോഗ്യതകളെങ്കിലും വേണം. 1, ബന്ധുമിത്രാദികളുടെ താല്പര്യങ്ങളെക്കാളും കർത്താവിൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. 2, സ്വയത്തെ നിഷേധിക്കണം. സ്വയത്തെ നിഷേധിക്കാതെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനികൻ സാധിക്കില്ല. 3, വസ്തുവകകളോടുള്ള ആ മമത ഇല്ലാതാകണം. സ്തോത്രം. ആരൊക്കെ സമ്പന്നന്മാരാകാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കാർക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ സാധിക്കില്ല. ഇപ്പോൾ സമ്പത്തുള്ളത് പാപമല്ല, പക്ഷേ സമ്പത്ത് കൂട്ടുവാനായിട്ടുള്ളൊരു വ്യഗ്രത ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തെ സേവിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 13 വാക്യം. 2 യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ വെറുത്ത് മറ്റവനെ സേവിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല. പണത്തോട് പറ്റിച്ചേരുന്നവർക്ക് ദൈവത്തോട് പറ്റിച്ചേരാൻ സാധിക്കുകയില്ല. ഈ അപകടം മുൻകൂട്ടി ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് പലരുടെയും പണം നഷ്ടമാകുന്നത്. ഈ കാര്യം പല വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടാ. പലരും വിചാരിക്കുന്നത് അവരൊക്കെ എന്നെ വഞ്ചിച്ചതുകൊണ്ടാണ് എൻ്റെ പണം പോയതെന്നാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ നിങ്ങളുടെ തലയിൽ ഒരു നാര് പോലും കൊഴിയില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കേ, നമ്മുടെ സമ്പത്ത് എങ്ങനെ നഷ്ടമാകും? എല്ലാം ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ പറയും, എനിക്ക് സമ്പത്തിനോട് സ്നേഹമൊന്നുമില്ല, എനിക്ക് കർത്താവിനോടാണ് സ്നേഹം. അപ്പോൾ ദൈവം നമ്മൾ ടെസ്റ്റ് ചെയ്യും. നീ പറയുന്നത് എന്താ? നിനക്ക് സമ്പത്തിനോട് സ്നേഹമില്ല എന്നല്ലേ? കർത്താവിനോടാണ് സ്നേഹം എന്നല്ലേ നീ പറയുന്നത്? ശരി, നിൻ്റെ സമ്പത്ത് ഞാൻ നഷ്ടമാക്കുകയാണ്. സമ്പത്ത് നഷ്ടമാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം സമ്പത്തിനോട് പറ്റിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ്. സ്തോത്രം. കാരണം ഇന്ന് പലപ്പോഴും പിശാച് മനുഷ്യരെ കബളിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിനെയും സേവിക്കാൻ സാധിക്കും, സമ്പത്തിനെയും സേവിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവൻ പറയുന്നത്, നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഉപയോഗിച്ച് കൂടുതൽ പണം നേടാം, ക്രിസ്തുവിനെ ഉപയോഗിച്ച് മേൽക്കുമേൽ അഭിവൃദ്ധി, ക്രിസ്തുവിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സുഖസമൃദ്ധി. എന്നാൽ ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ്, ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല. എളുപ്പത്തിലൊന്നും ഈ സമ്പത്തിനോടുള്ള ആസക്തി പോവുകയില്ല. അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ദൈവകൃപയോടെ യാചിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ സമ്പത്തിനോടുള്ള ആസക്തി പോവുകയില്ല. പെട്ടെന്ന് എനിക്ക് സമ്പത്തിനോട് ഒരു ഇതുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് പോകുന്ന കാര്യമല്ല അത്. കാരണം ഇത് 2 യജമാനന്മാരാണ്. ഒന്ന് ദൈവം, മറ്റൊന്ന് സമ്പത്ത്. ഏതെങ്കിലും ഒരു യജമാനനെ സേവിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. പണം എന്ന യജമാനനെ സേവിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവം എന്ന യജമാനിൽ നിന്ന് അകലും. ഇന്ന് അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനായിട്ട് സ്തോത്രം ചെയ്താൽ മതി. ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ വല്ലാത്ത കണിയിലകപ്പെടും, വിശ്വാസം വിട്ടുഴലും, പിന്നെ ബഹുദുഃഖങ്ങൾക്ക് അധീനരാകും. അതൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അന്നന്ന് വേണ്ടുന്നത് അവിടുന്ന് തരുന്നത്.
ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവ്. പിന്നെ എന്തിനാ വേവലാതി? എങ്ങനെ മക്കളുടെ കാര്യങ്ങൾ നടക്കും? കർത്താവെ അങ്ങേ നോക്കി ഇറങ്ങി തിരിച്ചു. നീ ഇതൊന്നും വേവലാതിപ്പെടണ്ട, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. റോമാലേഖനം 13:8 അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കരുത്. എത്ര പേർക്കത് പാലിക്കാൻ സാധിക്കുന്നുണ്ട്? ഒരു വിശ്വാസി അവൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ ദൈവത്തോട് തീർച്ചയായിട്ടും പറയാം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ഇന്ന് മനുഷ്യരോട് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കുന്ന പലരും ഉണ്ട്. എന്നാലൊരു ക്രിസ്തു ശിഷ്യൻ മനുഷ്യരോട് അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചാൽ നരകത്തിൽ പോകും എന്നൊന്നും പഠിപ്പിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. പക്ഷേ ഒരു ഉത്തമ ശിഷ്യൻ്റെ ക്വാളിറ്റിയാണ് അത്. അവൻ്റെ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ മനുഷ്യരോട് പറയുന്നില്ല. ചിലരുണ്ട് ഒന്നും വേണമെന്ന് ചോദിക്കില്ല. ചിലർ നേരിട്ട് ചോദിക്കും, ഇന്ന ആവശ്യമുണ്ട്, എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ചിലരുണ്ട്. ഓക്കെ, ചിലരങ്ങനെയല്ലേ ചെയ്യുക? അതെ, വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുക, വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, മക്കളുടെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് തരണമെന്നൊന്നും പറയുന്നില്ല. പറച്ചിലും അവതരണ രീതിയും കേൾക്കുന്നവന് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ പറയും, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. നമുക്കൊരാളോട് ചോദിക്കാതെ തന്നെയും ചോദിക്കാം. കാരണം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. ഞാൻ ഭയങ്കര ഞെരുക്കത്തിലാണ്, ഭയങ്കര ഇല്ലായ്മയിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുവാൻ ഒരു സൂചന പോലും ഉപയോഗിക്കാത്തവൻ യഥാർത്ഥ ശിഷ്യനാണ്. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ അത് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ടൊരു ഹിൻറ്റ് പോലും കൊടുക്കാത്ത ഒരു വിശ്വാസി ഉത്തമ വിശ്വാസിയാണ്. കാരണം അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ചോദിക്കാതെ തന്നെ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇനി പലർക്കും എങ്ങനെയാണ് കടത്തിൽ ജീവിക്കേണ്ടി വരുന്നത്? മക്കളുടെ കല്യാണമായി. അപ്പോൾ ലോകജാതികൾ എങ്ങനെയാണ് കല്യാണം നടത്തുന്നത് നോക്കി, ഇതാ വലിയ പന്തൽ, വിഭവസമൃദ്ധമായ ഭക്ഷണം. ശരി, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം മോശമാക്കാൻ പാടില്ലല്ലോ. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് ഇറങ്ങി, നല്ലൊരു രീതിയിൽ തന്നെ കല്യാണം നടത്തണം, അതിന് കാശ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കാശില്ല, കുറച്ച് പണം കടമെടുക്കാം. അങ്ങനെ കടം വാങ്ങി വിഭവസമൃദ്ധമായ സദ്യയും ദൂർത്തടിക്കലും ഒക്കെ നടത്തിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന പലരുണ്ട്. ഇതൊന്നും ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വഴിയല്ല. ഒരു ദേവദാസൻ എഴുതിയതുപോലെ, നമുക്ക് അല്പമേ പണം ദൈവം തന്നുള്ളൂ. നമ്മുടെ മക്കളുടെ കല്യാണമായി, നമ്മൾ മറ്റുള്ളവരെ വിളിച്ചു, ആ സ്നേഹത്തിൽ നമ്മൾ വിളിച്ചു. നമുക്ക് അവർക്ക് ഒരു ചായയും ബിസ്ക്കറ്റും മാത്രം കൊടുക്കാനേ നിവൃത്തിയുള്ളൂ എങ്കിൽ അത് ചെയ്താൽ മതി. അതിനുള്ളൊരു ധൈര്യം നമുക്ക് വേണം. അല്ലാതെ കടം വാങ്ങിയിട്ട് മറ്റുള്ളവരുടെ ഒപ്പം എത്താൻ വേണ്ടി കുറേ പണം ദൂർത്തടിക്കുന്നതിൽ ആരുടെ നാമമാണ് മഹത്വപ്പെടുക? അതുകൊണ്ട് ഇവിടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്ത് അവരുടെ ഒപ്പത്തിനൊപ്പം എനിക്കും എത്തണം, അതിൻ്റെ പുറകെ പോയി കടബാധിതർ ആകരുത്. വചനം പറയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആർക്കും ഒന്നും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് കർത്താവ് ഇത്ര പണമാണ് തന്നത്, ഞാൻ ഇതുകൊണ്ട് ഉള്ളതുപോലെ ഞാൻ ചെയ്യും. അതിൽ നമുക്ക് അഭിമാനം തോന്നണം. അല്ലാതെ കടം വാങ്ങി ചെയ്തിട്ട് കർത്താവിൻ്റെ വചനത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചിട്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുമ്പാകെ പേരെടുത്തിട്ട് എന്താ പ്രയോജനം? കാരണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. മനസ്സിലായോ? ഇത് പ്രാവർത്തികമാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. നാടോടുമ്പോൾ നടുവിലൂടെ ഓടണമെന്നാണ് പ്രമാണം. എന്നാൽ അങ്ങനെയല്ല, ഇത് ജീവൻ്റെ വഴിയാണ്. സ്തോത്രം. നമ്മുടെ കയ്യിൽ എത്ര പണം വരണം അത് ആരെ തീരുമാനിക്കണം? നമ്മളാണോ? നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ പ്രാർത്ഥിച്ചിട്ട് കുറേ പണം എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. വേണ്ട പോലെ പ്രാർത്ഥന നടക്കാത്തത് കൊണ്ടാണ് കാശ് കുറവ് എന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട്. ചിലർ പറയും, ഒക്കെ പാപ്പരായില്ലേ, ഉപവാസത്തിൻ്റെ കുറവാ, ഒക്കെ പിശാച് കൊണ്ടുപോയില്ലേ, ഒന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്രമാത്രം കാശ് കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മുടെ കർത്താവിനെ
സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ഉപാധിയായിട്ട് ചിലരാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇങ്ങനെയില്ല. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതിനോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കും. അതുകൊണ്ട് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് നമ്മൾ വേവലാതി വേണ്ട. നിങ്ങൾ എന്ത്